നമസ്കാരം. 2 മിനിറ്റ് വാർത്തകളിലേക്ക് സ്വാഗതം. വർഷാവസാന പരീക്ഷകളിൽ വിജയിക്കാത്ത കുട്ടികൾക്ക് അടുത്ത ക്ലാസുകളിലേക്ക് സ്ഥാനക്കയറ്റം നൽകുന്നത് ഒഴിവാക്കി കേന്ദ്ര സർക്കാർ. കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള വിദ്യാലയങ്ങളിൽ 5-8 ക്ലാസുകളിലെ കുട്ടികളെയാണ് തീരുമാനം ബാധിക്കുന്നത്. വർഷാവസാന പരീക്ഷകളിൽ വിജയിക്കാത്ത വിദ്യാർത്ഥികളെ പരാജയപ്പെടുത്താൻ അനുവദിച്ചതായി ബന്ധപ്പെട്ട വൃത്തങ്ങളെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇന്ത്യൻ രൂപയുടെ മൂല്യം സർവകാല റെക്കോർഡ് താഴ്ചയിലേക്ക് കൂപ്പുകുത്തി. വിദേശ കറൻസികളുമായുള്ള താരതമ്യത്തിൽ രൂപയുടെ വില കുത്തനെ ഇടിഞ്ഞു. ഇറക്കുമതി ചെയ്യുന്ന വ്യാപാരികൾക്കിടയിൽ ഡോളറിനുള്ള വർദ്ധിച്ച ആവശ്യകതയാണ് രൂപയുടെ ഈ ദയനീയ അവസ്ഥയ്ക്ക് പ്രധാന കാരണമെന്ന് സാമ്പത്തിക വിദഗ്ധർ വിലയിരുത്തുന്നു. വർദ്ധിക്കുന്ന വൈദ്യുതി ആവശ്യം നിറവേറ്റാൻ ആണവ നിലയത്തിനുള്ള സാധ്യതകൾ ഊർജിതമാക്കി KCB. തോറിയം അധിഷ്ഠിത ആണവ നിലയത്തിന് സ്ഥലം കണ്ടെത്തി നൽകിയാൽ അനുമതി പരിശോധിക്കാമെന്ന് കഴിഞ്ഞ ദിവസം കേന്ദ്ര ഊർജ നഗരകാര്യമന്ത്രി നൽകിയ ഉറപ്പിനെ തുടർന്നാണ് ആണവ ചർച്ച വീണ്ടും സജീവമായത്. കേരളത്തിന്റെ വർദ്ധിക്കുന്ന ഊർജ ആവശ്യകതയ്ക്ക് പരിഹാരം ആണവ നിലയമാണെന്ന അഭിപ്രായവും കേന്ദ്രമന്ത്രി പ്രകടിപ്പിച്ചിരുന്നു. മലയാളികൾക്ക് ലോകോത്തര ഷോപ്പിംഗ് അനുഭവം സമ്മാനിച്ച ലുലു ഗ്രൂപ്പ് ഇന്റർനാഷണലും കേരളത്തിന്റെ സ്വന്തം ക്ഷീരോത്പാദന വിതരണ ശൃംഖലയായ മിൽമയും കൈകോർക്കുന്നു. മിൽമയുടെ പാൽപ്പൊടി മിഡിൽ ഈസ്റ്റിലെ ലുലു ഹൈപ്പർ മാർക്കറ്റുകളിൽ വിൽക്കാനാണ് ധാരണയായിരിക്കുന്നത്. ഇത് സംബന്ധിച്ച പർച്ചേസ് ഓർഡർ ഇന്ന് കൈമാറും. നല്ലേപ്പിള്ളി ഗവ UP സ്കൂളിലെ ക്രിസ്മസ് ആഘോഷം നടത്തിയതിന് അധ്യാപകരെയും കുട്ടികളെയും വിശ്വ ഹിന്ദു പരിഷത്ത് പ്രവർത്തകർ ഭീഷണിപ്പെടുത്തിയ സംഭവത്തിൽ പ്രതിഷേധിച്ച് സൗഹൃദ കരോളുകൾ നടത്തി യൂത്ത് കോൺഗ്രസും DYFIയും. തിങ്കളാഴ്ച രാവിലെ 11 മണിയോടെയാണ് ഇരുകൂട്ടരും സൗഹൃദ കരോൾ ആരംഭിച്ചത്. ഇരുകൂട്ടരും കണ്ടുമുട്ടിയ സ്ഥലത്ത് രാഷ്ട്രീയം മറന്ന് സൗഹൃദം പങ്കിടുകയും ചെയ്തു. ഇന്ത്യയിൽ അഭയം തേടിയ മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയെ അടിയന്തിരമായി മടക്കി അയക്കണമെന്ന് ബംഗ്ലാദേശ്. വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ തുടർന്ന് ബംഗ്ലാദേശിൽ ഉടലെടുത്ത കലാപത്തിന് പിന്നാലെയാണ് ഷെയ്ഖ് ഹസീന ഇന്ത്യയിൽ അഭയം തേടിയത്. ഇതു സംബന്ധിച്ച് നയതന്ത്ര തലത്തിൽ കത്ത് നൽകിയതായി ബംഗ്ലാദേശ് അറിയിച്ചു. ബംഗ്ലാദേശ് കലാപത്തെ തുടർന്നുണ്ടായ കൂട്ടക്കൊലയിൽ ഹസീന വിചാരണ നേരിടണമെന്നാണ് ഇടക്കാല സർക്കാരിന്റെ നിലപാട്. വാർത്തകൾ അവസാനിച്ചു. നന്ദി, നമസ്കാരം.